ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഷോ ബട്ടൺ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാ സൈസിലുള്ള ബട്ടൺസും നമുക്ക് ഇതുപോലെ ഷോ ബട്ടണായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ രണ്ടെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. ഷോ ബട്ടൺ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ചെറിയ ബട്ടൺസ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിൻ്റെ അളവ് 2 ഇഞ്ചാണ്. 2 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസ് എടുക്കേണ്ടത്. ഇനി വലിയ സൈസിലുള്ള ബട്ടൺസ് ആണെങ്കിൽ നമ്മളുടെ 3 ഇഞ്ചിൻ്റെ സ്ക്വയറിൽ കട്ട് ചെയ്ത ക്ലോത്താണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ലൈറ്റർ, നീഡിൽ, ത്രെഡ് ഇത് 3 കൂടി വേണം. ഇനി ഷോ ബട്ടൺ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം വലിയ സൈസിലുള്ള ഷോ ബട്ടണാണ് ചെയ്യുന്നത്. അതിനായിട്ട് വലിയ സൈസിലുള്ള ബട്ടൺ എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് കോട്ടൺ വെക്കുക. ഇനി വലിയ ബട്ടൺ ആണെങ്കിൽ 3 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസ് ആയിട്ടുള്ള ക്ലോത്താണ് വേണ്ടത്. അതിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് റൗണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു നീഡിലും അതുപോലെ തന്നെ ത്രെഡും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ റൗണ്ടാക്കിയിട്ട് നല്ല ടൈറ്റിലായിട്ട് കെട്ടിക്കൊടുക്കാം. നന്നായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ വന്ന ക്ലോത്തും അതുപോലെ തന്നെ ആ ത്രെഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി കൊടുക്കാം. ചൂടാക്കിയതിന് ശേഷം അത് നന്നായിട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷോ ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രിൻ്റായിട്ടുള്ളൊരു ക്ലോത്തിലും കൂടി ചെയ്യുന്നുണ്ട്. ബട്ടൺ എടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോട്ടൺ പീസ് വെക്കാം. അതിനുശേഷം ഒരു ക്ലോത്തും കൂടി വെക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നീഡിലും ത്രെഡും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ക്ലോത്തും അതുപോലെ തന്നെ ത്രെഡും കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കത്തിക്കുക. കത്തിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്യാം. നമ്മൾ ഈ ഒരു പ്രിൻ്റായിട്ടുള്ള ഈ ഒരു ക്ലോത്തിലും കൂടി ഷോ ബട്ടൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾക്ക് ഏത് സൈസിലുള്ള ബട്ടണും കൂടി ചെയ്യാം. ഞാനിവിടെ ചെറിയ ബട്ടൺസും കൂടി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ബട്ടൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കോട്ടൺ എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് ഈ ചെറിയ ബട്ടൺ ആണെങ്കിൽ 2 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസാണ് ക്ലോത്ത് വേണ്ടത്. കോട്ടൺ വെച്ചതിന് ശേഷം ഈ ഒരു ക്ലോത്തും കൂടി വെക്കാം. നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നീഡിലും ത്രെഡും യൂസ് ചെയ്തിട്ട് ആ ഒരു ക്ലോത്ത് നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന ത്രെഡും അതുപോലെ തന്നെ ക്ലോത്തും കട്ട് ചെയ്ത് മാറ്റാം. ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഷോ ബട്ടൺ ചെയ്യുന്നത്. ഞാനിവിടെ 2 സൈസിലുള്ള ഷോ ബട്ടൺ ചെയ്യുന്ന വീഡിയോവും പിന്നെ പ്രിൻ്റായിട്ടുള്ള ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. ഈ ഒരു ടോപ്പിൽ ഞാനവിടെ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്